ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു ഈവനിങ്ങൊക്കെ ആയപ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആദൂന് ജസ്റ്റ് ഒന്ന് പ്ലേ ഏരിയയിൽ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ലുലു മാളിലേക്കാണ് വന്നത്. ഒരു 8-8:30 ആയി കേട്ടോ. അപ്പോൾ പാർക്കിങ്ങിൻ്റെ ഏരിയയിലൊക്കെ നല്ല തിരക്കുണ്ട്. അപ്പോൾ ഞങ്ങൾ ചോദിച്ചു ഇന്നത്തെ കാര്യം പോയി, കാരണം അത്രയും തിരക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ടൈം ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ഇറങ്ങിപ്പോയത്. അപ്പോൾ പ്ലേ ഏരിയയിൽ ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനും കൂടി ആയതുകൊണ്ടേ ഒന്നും പറയാൻ പറ്റില്ല, അത്രയും തിരക്കായിരിക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോയിട്ടോ. പോയപ്പോൾ അത്ര വലിയ ക്രൗഡില്ല, എന്നാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു റൈഡിലാണ് കേട്ടോ കയറിയത്. അപ്പോൾ ഏട്ടനും അവനും കൂടിയാണ് കേട്ടോ കയറിയത്. അപ്പോൾ നല്ല രസമായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക, ഇടിയും ബഹളമൊക്കെ ആയിട്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൈറ്റ് വരുവാണെങ്കിൽ നമുക്കിങ്ങനെ കളർഫുള്ളായിട്ട് കാണാൻ പറ്റും. കുറേ ലൈറ്റൊക്കെ ആയിട്ടുണ്ടല്ലോ, നല്ല രസമായിരുന്നു കാണാൻ. ഇനി കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാനൊരു നൈറ്റ് ലുലു മാളിൽ പോകുന്നത്, അല്ലെങ്കിൽ ഡേ ടൈമിൽ തന്നെയായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ ഭയങ്കര പേടിയായതുകൊണ്ട് പല റൈഡും മിസ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് കുറേ അതിനകത്ത് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ട്, പക്ഷെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാവും, കയറത്തില്ല. ചെറിയ കുട്ടികളെ ഇതിലൊക്കെയാണ് കയറുന്നത് കേട്ടോ. അപ്പോൾ അതല്ലാണ്ട് തന്നെ നമുക്ക് നല്ല ആ തോണിയൊക്കെ ഇല്ലേ, അതൊക്കെ നല്ല രസമല്ലേ, പക്ഷെ കയറാൻ പറഞ്ഞാൽ പൊട്ടം കയറത്തില്ല. അവനിങ്ങനത്തെ കുറച്ച് ട്രെയിനും കാറും പിന്നെ എയറോപ്ലെയിനൊക്കെ അവനിഷ്ടം. അങ്ങനത്തെ അവൻ കയറി, അവൻ എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല വിശപ്പായിട്ടോ. അപ്പോൾ നമ്മൾ ലുലു മാളിൽ തന്നെയുള്ള പാരഗൺ ഹോട്ടലിലെ അവിടത്തേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ അവിടെ നമുക്ക് ലൈവായിട്ട് തന്നെ ഫിഷൊക്കെ തരും. അപ്പോൾ മാംഗോ ഫിഷ് കറിയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്, നല്ല തേങ്ങാപ്പാലിലൊക്കെ ആക്കിയിട്ടുള്ള. പിന്നെ വെള്ളയപ്പോൾ പിന്നെ വീറ്റ് പൊറോട്ട ആയിരുന്നു കേട്ടോ പറഞ്ഞത്. അപ്പോൾ ലൈവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ആ ടൈമിന് അതിന് ഭയങ്കര വിശപ്പായിട്ടോ. പിന്നെ അവന് നമ്മൾ ഡോണറ്റൊക്കെ മേടിച്ച് കൊടുത്തു. അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. ഡോണറ്റ് ഞാൻ അറിയാതെ പൊട്ടിച്ചു പോയി. അങ്ങനെ ഭയങ്കര ബഹളമൊക്കെ ആയി. ആ ടൈം കൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അവനെ സമാധാനിപ്പിക്കാൻ പോയപ്പോഴത്തേനും ഇവിടെ ഫുഡ് പകുതിയോളം കാലിയായി കേട്ടോ. നല്ല ടേസ്റ്റാണ്. മീൻ കറിക്കൊക്കെ ഉണ്ടല്ലോ, നമ്മൾ കാളാഞ്ചി ആയിരുന്നു കേട്ടോ മേടിച്ചത്. ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മുടെ തേങ്ങാപ്പാലിൻ്റെയും പിന്നെ മാങ്ങേൻ്റെയും ഒക്കെ ആ രുചിയുണ്ടല്ലോ, കറക്റ്റായിട്ട് അതിനകത്ത് എടുത്തു പറയേണ്ടതുണ്ട്. അത്രയും എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പിന്നെ അവനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു റൈഡിലും കൂടെ ഏട്ടൻ കയറ്റി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ 2-3 ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് അച്ഛനും അമ്മേനെയൊക്കെ പിടിച്ച് വെച്ച് ഞാൻ അവിടെ നിന്ന്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ ഒന്ന് എൻ്റെ ഫോൺ പിടിക്കുക, എന്നിട്ട് എനിക്ക് 2-3 വീഡിയോസും ഫോട്ടോസും എടുത്താന്ന് പറഞ്ഞു. അമ്മ അതെല്ലാം കൂടെ അലങ്കോലാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാൻ നേരെ തിരിച്ച് ഫോൺ മേടിച്ചിട്ട് അച്ഛൻ്റെയും അമ്മേൻ്റെയും കുറച്ച് 2-3 ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചു.